ഇപ്പോൾ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയ്ക്കകത്ത് കണക്കുകൾ വിശദീകരിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. കമ്മ്യൂണിറ്റി കോട്ടയിൽ 954 പേരും, അൺഎയ്ഡഡ് മേഖലയിൽ 223 പേരും, സ്പോർട്സ് കോട്ടയിൽ 444 പേരും, MRS സ്കൂളുകളിൽ 5 ഉൾപ്പെടെ ആകെ 4492 പേർ പ്രവേശനം നേടിയിട്ടുണ്ട്. അപ്പൊ അലോട്ട്മെന്റ് നടത്തിയതിൽ ചേരാത്തതിൽ പിന്നെ 4492 കുറച്ചാൽ ശേഷിക്കുന്നത് 7054 പേരാണ് ഹയർ സെക്കൻഡറി പ്രവേശനം എടുക്കാതെ നിൽക്കുന്നത്. ശേഷിക്കുന്ന 71,060 അപേക്ഷകരിൽ ആകെ 53,762 പേർ +1 ഇതുവരെ പ്രവേശനം നേടി. 53,762. അതിന്റെ സ്പ്ലിറ്റ് ചെയ്താൽ മെറിറ്റ് കോട്ടയിൽ 44,244, സ്പോർട്സ് 873, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 25, കമ്മ്യൂണിറ്റി കോട്ട 3141, മാനേജ്മെന്റ് കോട്ട 2337, അൺഎയ്ഡഡ് കോട്ട 1051, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2311. അങ്ങനെ അതെല്ലാം കൂടെ ചേരുമ്പോൾ 53,762 പേർ ചേർന്നു. പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 17,298. ഇനി നമ്മുടെ 1, 2, 3 അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സീറ്റ് 9,820. അതില് സ്പ്ലിറ്റ് ചെയ്താൽ മെറിറ്റ് 5,856, സ്പോർട്സ് 367, മോഡൽ റെസിഡൻഷ്യൽ 25, കമ്മ്യൂണിറ്റി 618, മാനേജ്മെന്റ് 2,954. അങ്ങനെ വരുമ്പോൾ സീറ്റിന്റെ കുറവ് വരുന്നത് 7,478 സീറ്റിന് കുറവ് വരും. ഇതിൽ മാത്രം +1 സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രം. എന്നാൽ അൺഎയ്ഡഡ് സ്കൂളിൽ 10,185 സീറ്റുകൾ ഒഴിവുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും. നിയമസഭയിൽ ഈ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ സമരരംഗത്ത് പിന്മാറണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഈ മറ്റ് ജില്ലകളുടെ കാര്യം, മലബാർ മേഖലയിലെ മറ്റ് ജില്ലകളുടെ കാര്യം എടുത്താൽ പാലക്കാട് കുറവുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ 1,757. അത് അടുത്ത ഈ സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അവിടെ കോഴിക്കോട് കുറവില്ല, വയനാട് കുറവില്ല, കണ്ണൂര് കുറവില്ല, കാസർഗോഡ് 252 എണ്ണത്തിന്റെ കുറവുണ്ട്. അത് പരിഹാരം കാണും. നമ്മുടെ ഈ വിഷയം കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല എടുത്താൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക്
ഏറനാട് താലൂക്ക്, പെരിന്തൽമണ്ണ താലൂക്ക്, തിരൂർ താലൂക്ക്, പൊന്നാനി താലൂക്ക്, തിരൂരങ്ങാടി താലൂക്ക്, കൊണ്ടോട്ടി താലൂക്ക്. ഇത്രയും താലൂക്കാണല്ലോ ഉള്ളത്. 1, 2, 3, 4, 5, 6, 7. നിലമ്പൂര് സയൻസിന്റെ 853 എണ്ണം ഇപ്പൊ മിച്ചമുണ്ടാവും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ കണക്കുകൾ നിരത്തി നിയമസഭയിൽ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകിയിരുന്നു. ഒന്നാം അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില കേന്ദ്രങ്ങൾ സമരം തുടങ്ങിയെന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തിയത്. 82,466 മലപ്പുറത്തെ ആകെ അപേക്ഷകൾ. 7,606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. 51,451 പേർ ഇതിനോടകം പ്രവേശനം നേടി. അലോട്ട്മെന്റ് പൂർത്തിയായാലും മലപ്പുറത്ത് 7,478 സീറ്റിന്റെ കുറവുണ്ടാകും എന്ന് മന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം +1 സീറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ പോളിടെക്നിക്കിൽ സീറ്റില്ലേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് മലപ്പുറത്തേത്. SFIയും സമരം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞു. സർ, ഇവർക്ക് പിന്നെ പഠിക്കാൻ +2 സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അൺഎയ്ഡഡിലും പോയാൽ പോരെ? ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ? ഈ അപ്രോച്ച് ശരിയാണോ? സർ, 6 കൊല്ലായില്ലേ ഈ ഗവൺമെൻറ്? പ്രൊപ്പോർഷനേറ്റായിട്ട് സീറ്റ് വർധനവ് കുട്ടികൾ പാസ്സായി വരുന്നതിനനുസരിച്ച് സീറ്റ് കൊടുക്കണ്ടേ? യെസ് പ്ലീസ്. ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ? അതാണ് ബാച്ചുകൾ അനുവദിക്കണം. യെസ് പ്ലീസ്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. +1 ക്ലാസുകൾ തുടങ്ങിയ ദിവസം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. മലപ്പുറത്തും കോഴിക്കോട്ടും ഹയർ സെക്കൻഡറി മേഖലാ ഉപഡയറക്ടറുടെ ഓഫീസ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉപരോധിച്ചു. KSU, MSF പ്രവർത്തകർ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മലപ്പുറത്ത് കനത്ത മഴയിൽ ഫൊട്ടേണിറ്റി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വയനാട്ടിലും MSF പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഷഹദ് റഹ്മാനും VA ഗിരീഷും വിവരങ്ങൾ നൽകും. ഷഹദ്, ഇന്നും മലബാറിൽ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ കണക്കുകൾ നിരത്തി മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ഇപ്പോൾ നാളെ സംഘടനകളൊക്കെ ചർച്ചയ്ക്ക് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും പ്രതിഷേധം തുടരുകയാണ് ഇന്നും, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രി പലതരത്തിലുള്ള കണക്കുകൾ നിരത്തുമ്പോഴും ഈ കണക്കുകളൊന്നും വിശ്വസിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി നിരത്തുന്ന കണക്കുകൾ മുഖവിലക്കെടുക്കാനോ നിലവിലെ സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനകൾ പോലും തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വിദ്യാഭ്യാസ മന്ത്രി ഒരു കണക്ക് നിരത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കണക്കും ഈ സർക്കാരിന്റെ സൈറ്റിൽ വരുന്ന കണക്കും തമ്മിൽ വലിയ രീതിയിലുള്ള അന്തരം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഘട്ടത്തിൽ ഒന്നെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന കണക്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ഈ വിദ്യാഭ്യാസ മന്ത്രി സഭയ്ക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുന്ന കണക്കുകളും അതുപോലെ തന്നെ പിന്നീട് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വരുന്ന കണക്കുകളും തമ്മിൽ വലിയ രീതിയിലുള്ള അന്തരമുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ അലോട്ട്മെന്റ് നടപടികൾ പൂർത്തിയായ ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിൽ 4000 സീറ്റുകൾ മാത്രമാണ് ഒഴിവുകളുള്ളതെന്ന്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പുതിയ കണക്ക് പുറത്തുവിടുമ്പോൾ 7000-ലധികം സീറ്റുകൾ അതായത് 7000-ലധികം സീറ്റുകൾ ഒഴിവുണ്ട്. മാത്രമല്ല നമ്മുടെ കയ്യിൽ, അതായത് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 30,000-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ SFIയുടെ മാർച്ച് മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടക്കുകയാണ് എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാനാവുക. ഒരുപക്ഷെ ഈ സർക്കാരിന്റെ ചരിത്രത്തിൽ സർക്കാർ തുടർച്ചയായി 2ാമത്തെ വർഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സർക്കാരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം സർക്കാരിന്റെ തന്നെ വിദ്യാർത്ഥി
KSUവിന്റെ മാർച്ച് കൊല്ലത്ത് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജയശങ്കർ വിശദാംശങ്ങൾ നൽകും. ജയശങ്കർ, പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട്. പോലീസ് അവരെ എവിടെയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതായത് കൊല്ലം കളക്ടറേറ്റിലേക്കാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. നിലവിൽ മാർച്ച് കളക്ടറേറ്റിനടുത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ നിലവിൽ ബാരിക്കേഡിന് മുന്നിൽ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസ് ഇവരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ മാർച്ചിൽ എത്തിയിട്ടുണ്ട്. പ്രവർത്തകർ ഈ +1 സീറ്റ് പ്രതിസന്ധി, വിദ്യാർത്ഥികളുടെ കൺസെഷൻ വിഷയം, ഒപ്പം തന്നെ ഈ SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് KSUവിൻ്റെ ജില്ലാ കമ്മിറ്റി ഇന്ന് കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. പോലീസ് ഇവരെ തടഞ്ഞിട്ടുണ്ട്. നിരവധി പ്രവർത്തകരാണ്, 100-ലധികം വരുന്ന പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. പ്രവർത്തകർ നിലവിൽ ബാരിക്കേഡിന് മുകളിൽ മറ്റും കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കടന്നാൽ കർശന നടപടിയിലേക്ക് പോകുമെന്ന് പ്രവർത്തകർക്ക് പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ പ്രവർത്തകർ ഈ കളക്ടറേറ്റിലേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. പോലീസ് ഇവരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ വാക്കുതർക്കവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഈ മാർച്ച് പോയിട്ടില്ല. പക്ഷേ പ്രവർത്തകർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധവുമായി എത്തിയത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. KSUവിന്റെ കളക്ടറേറ്റ് മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് +1 സീറ്റ് പ്രതിസന്ധി, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി, വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രശ്നം അടങ്ങി നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് KSUവിന്റെ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കളക്ടറേറ്റ് പരിസരത്ത് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് പോലീസ്. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ കളക്ടറേറ്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ പോലീസ് കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ്, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലം കളക്ടറേറ്റ് പരിസരത്തുള്ള ദൃശ്യങ്ങളാണിത്. മലപ്പുറം കളക്ടറേറ്റിലേക്ക് SFIയുടെ മാർച്ച് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് കളക്ടറേറ്റ് പരിസരത്ത് തടഞ്ഞിരിക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയിലാണ് മാർച്ച് നടക്കുന്നത്. സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി വാക്കു പാലിക്കണം എന്നാണ് SFI പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കാര്യമായ പ്രതിസന്ധി മലപ്പുറത്തോ മലബാറിലോ ഇല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും ഇന്ന് പറഞ്ഞ അതേ ദിവസം തന്നെയാണ് SFIയുടെ മാർച്ച് കളക്ടറേറ്റിലേക്ക്, മലപ്പുറത്ത് കളക്ടറേറ്റിലേക്ക് നടക്കുന്നത്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞത് SFIയും സമരരംഗത്തേക്ക് ഇറങ്ങുകയാണെന്ന് സർക്കാർ കാണണം എന്ന് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞിരുന്നു നിയമസഭയ്ക്കകത്ത്. ഇപ്പോൾ SFIയുടെ മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് KSUവിന്റെ മാർച്ചിൽ നേരിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ കളക്ടറേറ്റിന്റെ പരിസരത്ത് തടഞ്ഞിരിക്കുകയാണ്. KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി മലപ്പുറത്തേക്ക് പോകുന്നു. ഷഹദ്, SFIയുടെ മാർച്ച് അത് കളക്ടറേറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. SFI ഈ സർക്കാരിൻ്റെ നയത്തിനെതിരെ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നാളെ വിദ്യാഭ്യാസ മന്ത്രി ഈ സംഘടനകളൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ് SFIയുടെ ഈ നീക്കമെന്ന് പറയാതെ വയ്യ. വിദ്യാഭ്യാസ മന്ത്രി വാക്കു പാലിക്കണം എന്ന് വെച്ചാൽ അവിടെ പ്രതിസന്ധി ഉണ്ടെന്ന് SFI കൂടി ഇപ്പോൾ സമ്മതിക്കുകയാണ്. എന്താണ് പ്രവർത്തകർ പറയുന്നത്? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ മലപ്പുറത്തെ SFI മാർച്ചിൽ? തീർച്ചയായിട്ടും വിജയകുമാർ, SFI കൂടി ഇപ്പോൾ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇപ്പോൾ സമരത്തിനിറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം SFIന്റെ തന്നെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ചതാണ്. നിലവിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതും എത്രയും വേഗം ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ SFIന്റെ തന്നെ ദേശീയ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രി തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ
നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വാക്ക് പാലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ SFI മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഈ മാർച്ചുമായി വരുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വാക്ക് പാലിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് നാളെ അത് വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. മലബാറിനെ സംബന്ധിച്ച പ്രത്യേകിച്ച് കാരണം നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് +1 വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കുന്നത്. നമ്മുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 30,000-ഓളം വിദ്യാർത്ഥികളാണ് ഇനിയും മലപ്പുറത്ത് മാത്രം ഈ +1-ൽ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പുതിയ കണക്ക് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം ആ പശ്ചാത്തലത്തിൽ ആ കണക്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൂടി ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് സർക്കാർ പോവുകയാണ് എന്നുള്ളതാണ്. കാരണം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടന SFI സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ്. നമുക്കറിയാം MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ തുടക്കം മുതലേ തന്നെ ഈ വിഷയത്തിൽ സമരവുമായി രംഗത്തുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ SFI കൂടി സമരത്തിനിറങ്ങുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനി മറ്റൊന്നും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? പ്രത്യേകിച്ച് നാളെ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഈ മലബാറിലെ +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. സമരരംഗത്തുള്ള SFI അതുപോലെ തന്നെ KSU MSF പ്രവർത്തകരെ സംബന്ധിച്ചും ഏറെ നിർണായകമായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. KSUവിനും MSFനും പിന്നാലെ SFIയും മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ സമരരംഗത്തിറങ്ങുന്നു. വിദ്യാഭ്യാസ മന്ത്രി വാക്കു പാലിക്കണമെന്നാണ് SFI നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ പഠിച്ച സ്ഥലത്തെ +2വിനും പഠിക്കൂ എന്ന നിർബന്ധം പിടിക്കാൻ പാടില്ല. കേരളത്തിന്റെ സാഹചര്യം നോക്കേണ്ടേ. സർക്കാരിന്റെ തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് തയ്യാറാണ്. സമരക്കാർ അത് പരിശോധിക്കണം. ഏതു തരത്തിലും സഹകരിക്കാൻ സർക്കാർ തയ്യാറാണ്. എല്ലാവർക്കും പഠിക്കാൻ അവസരം ഒരുക്കണമെന്നാണ് സർക്കാർ നിലപാട്. സമരത്തിൽ ദുഷ്ടലാക്കുണ്ട് എന്നുകൂടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ഇന്ന് സഭയ്ക്കകത്തും പുറത്തും ചില കണക്കുകളൊക്കെ നിരത്തി മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ മലബാർ ജില്ലകളിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നുണ്ടാകുന്നു. ഇപ്പോൾ SFIയും സമരരംഗത്തേക്ക് ഇറങ്ങി മലപ്പുറത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അത് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മടങ്ങിയത്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, കഴിഞ്ഞ UDF യോഗത്തിന് രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. അന്ന് പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അതൃപ്തി മാധ്യമങ്ങളിലൂടെയൊക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്താണിപ്പോൾ ഈ നീക്കം? രമേശ് ചെന്നിത്തല ഒരു അനുനയത്തിന് തയ്യാറായിട്ടുണ്ടോ? വിജയകുമാർ, പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും തമ്മിൽ കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടിക്കുള്ളിൽ തന്നെ അത്ര നല്ല സുഖകരമായ ബന്ധത്തിലായിരുന്നില്ല പോയിരുന്നത്. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം VD സതീശൻ ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ നയപരമായ UDFന്റെ കാര്യങ്ങളിലൊന്നും മുതിർന്ന നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം ചോദിക്കുന്നില്ല എന്ന പരാതി ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ UDF യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ചേർന്ന UDF യോഗത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്നതിൽ അദ്ദേഹത്തിന് പ്രതിഷേധവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും UDFന്റെ പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഈ യോഗത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്നതിലെ പ്രതിഷേധം അദ്ദേഹം പരസ്യമാക്കിയത് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ മടങ്ങിക്കൊണ്ടായിരുന്നു. മറ്റെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തപ്പോൾ രമേശ് ചെന്നിത്തല മാത്രം അതിൽ പങ്കെടുക്കാതെ മടങ്ങുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ എത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി നിയമസഭയിലേക്ക് എത്തുന്നതിന് മുൻപായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ രഹസ്യമായി എത്തിയത്. അതിനുശേഷം പിന്നീട് അല്പസമയം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിൽ രമേശ് ചെന്നിത്തലയും ആ കൂടിക്കാഴ്ചയിൽ തൃപ്തനാണ് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച ശേഷമാണ് മടങ്ങിയത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങിയതിനൊരു പ്രായശ്ചിത്തം എന്നോണം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നും പ്രതിപക്ഷ നേതാവ് ഭക്ഷണവും കഴിച്ച് മടങ്ങി. അതോടുകൂടി തന്നെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും താൽക്കാലികമായ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നത്. വിജയകുമാർ, സലീമ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനൊക്കെയുള്ള തീരുമാനം കഴിഞ്ഞ KPCC യോഗത്തിലും അതിനുശേഷം നടന്ന UDF യോഗത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതലയൊക്കെ നൽകാൻ KPCC യോഗം തീരുമാനിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടാതെ UDF യോഗത്തിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ച് മടങ്ങിയത് എന്ന വിവരം പുറത്തു വന്നത്.
അപ്പോൾ ഈ ഹൈക്കമാൻഡ് ഒക്കെ നിർദ്ദേശിക്കുന്ന തരത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുക എന്ന സമീപനത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ മാറുന്നു എന്നതിന്റെ കൂടി സൂചനയാണോ ചെന്നിത്തല വി ഡി സതീശൻ ചർച്ച? കാരണം നിലവിൽ സാധാരണഗതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം UDF നേടുമ്പോഴും അതിന് തൊട്ടു പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ആ വിജയം ആവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം UDF-നുണ്ട്. അത് അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുമെന്നതുകൂടി മുൻകൂട്ടി കാണുന്നുണ്ട് പാർട്ടി. അതുകൊണ്ട് തന്നെ ഒരു അസ്വാരസ്യങ്ങളും ഇല്ലാതെ ഒരു എതിർപ്പുകളും ഇല്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല മെച്ചപ്പെട്ട പ്രകടനം എന്നതല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം തന്നെ കേരളത്തിൽ നിന്നുണ്ടാവണം. അതിന് ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തിരിച്ചടിയാകുമെങ്കിൽ അത് പരിഹരിക്കണമെന്ന ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നേതാക്കന്മാർ തന്നെ മുൻകൈ എടുക്കുന്നത്. ആ നിലയിൽ പ്രതിപക്ഷ നേതാവും പ്രത്യേകിച്ച് പാർട്ടിയിൽ തന്നെ വലിയ സ്വാധീനമുള്ള രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു പ്രശ്നം തുടർന്നാൽ അത് പാർട്ടി. ശരി സലീം, എന്തായാലും രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ വസതിയിലെത്തി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് മടങ്ങിയത്. ഒരു സമവായത്തിന്റെ സാധ്യത രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.